അതിൽ ശശിയേട്ടൻ്റെ ഈ DMF എന്ന പാർട്ടിയെക്കുറിച്ച് പറയുമ്പം വളരെ രസകരമായിട്ടുള്ള കാര്യം, പാലക്കാടുള്ള ആളുകൾ പാർട്ടിയുടെ പേര് കളിയാക്കി പറയുന്നത് MDMA ആണ്. കാരണം കുറേ MDMA കച്ചവടക്കാരും ബാക്കിയുള്ളവരൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അത്ര. സത്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഉണ്ടോ, ആ പാർട്ടിയുമായി സഹകരിക്കാൻ ഉണ്ടോ എന്നുള്ളത് മാത്രമേ ഇനിയിപ്പോൾ അന്വേഷിക്കാൻ ബാക്കിയുള്ളൂ. അതോ പുള്ളി തന്നെ ഒരു പാർട്ടി വിട്ടു പോകുമെന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിതി അതാണ്. അപ്പോൾ അവിടുത്തെ ഒരു തമ്പുരാൻ കളിയുണ്ട് പുള്ളിക്ക്. പുള്ളിയെ കാണുമ്പോൾ പിന്നെ മുണ്ടിനെ മടക്കൂത്തടിച്ചില്ലെങ്കിൽ അവനോട് ദേഷ്യ, പുള്ളിയെ കാണുമ്പോൾ ചിരിച്ചിട്ടില്ലെങ്കിൽ അവനോട് വൈരാഗിയാണ്. അതായത് ആൾക്കാരോട് അങ്ങോട്ട് പോയിട്ട് ശത്രുതയുണ്ടാകും. ഇദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയുമായും ഒക്കെ രഹസ്യ യോഗം ചേർന്നു എന്നത് ആദ്യമായിട്ട് എയർ ചെയ്യുന്നത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഞാനാണ് ഇരുന്ന് ചെയ്യുന്നത്. അതായത് ശശിയേട്ടൻ അക്ഷരാർത്ഥത്തിൽ ശശിയായി മാറിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം വിട്ടുപോയി എന്നുള്ളതാണ്. നമസ്കാരം. മുൻ MLAയും മുൻ CPM നേതാവുമായ PK ശശിക്ക് അടുത്തൊരു തിരിച്ചടിയേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ DMF, അതായത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട്, ആ പാർട്ടിയിൽ നിന്ന്, അതായത് മുന്നേ CPM-ൽ നിന്ന് ആ പാർട്ടിയിലേക്ക് പോയ ഒരുവിധം നേതാക്കളെല്ലാം ഇപ്പോൾ തിരിച്ച് CPM-ലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കറിയാം CPM അദ്ദേഹത്തെ വിട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയോടുകൂടി ഏകദേശം കോൺഗ്രസും കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. CMP ആയിട്ടുള്ളൊരു അലയൻസ് അതിൽ ലയിക്കുന്നൊരു വിഷയത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ നേതാക്കൾ മാറിയിരിക്കുന്നത്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇനി PK ശശി കൂടുതൽ അപ്രസക്തനായി മാറിക്കൊണ്ടിരിക്കുകയാണോ? അതിൽ ശശിയേട്ടൻ്റെ ഈ DMF എന്ന പാർട്ടിയെക്കുറിച്ച് പറയുമ്പം വളരെ രസകരമായിട്ടുള്ള കാര്യം, പാലക്കാടുള്ള ആളുകൾ പാർട്ടിയുടെ പേര് കളിയാക്കി പറയുന്നത് MDMA ആണ്. കാരണം കുറേ MDMA കച്ചവടക്കാരും ബാക്കിയുള്ളവരൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അത്ര. എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് എനിക്ക് ഫാക്ട് ചെക്കിംഗ് നടത്താൻ പറ്റിയിട്ടില്ല. ഇപ്പം ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പാർട്ടി രൂപീകരിക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഒരുപാട് പേര് പാർട്ടിയുടെ പിന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായിരുന്നവർ, അതേപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരായിരുന്നവർ, CPM-ൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായിരുന്നവർ, അനുഭാവികൾ, ഒരുപാട് പേര്, പ്രത്യേകിച്ചും ചിറ്റൂർ, കോങ്ങാട്, മണ്ണാർക്കാട്, ഒറ്റപ്പാലത്തിൻ്റെ ചില ഭാഗങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തോടൊപ്പം ചേർന്നിരുന്നു. അതേസമയം തന്നെ തൊട്ടിപ്പുറത്ത് ചെർപ്പുളശ്ശേരി പോലെയുള്ള മേഖലകളിൽ ഒരു മനുഷ്യൻ പോലും പുള്ളിയുടെ കൂടെ പോയിട്ടില്ല. കാരണം ചെർപ്പുളശ്ശേരി കഴിഞ്ഞ പിന്നെ 2022 തന്നെ ഏരിയ സമ്മേളനത്തിലൊക്കെ ഇദ്ദേഹത്തിനെതിരെ ഭയങ്കര അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളത് ചെർപ്പുളശ്ശേരിക്കാരാണ് തുടങ്ങി വെച്ചത്. മണ്ണാർക്കാട്ടുകാരെക്കാളും ഒറ്റപ്പാലക്കാരെക്കാളും കൂടുതൽ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള അറ്റാക്ക് തുടങ്ങിയത് അവരാണ്. സത്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഉണ്ടോ, ആ പാർട്ടിയുമായി സഹകരിക്കാൻ ഉണ്ടോ എന്നുള്ളത് മാത്രമേ ഇനിയിപ്പോൾ അന്വേഷിക്കാൻ ബാക്കിയുള്ളൂ. അതോ പുള്ളി തന്നെ ഒരു പാർട്ടി വിട്ടു പോകുമെന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിതി അതാണ്. പാലക്കാട് കൽമണ്ഡപത്തിലെ പാർവതി കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ഇവരുടെ കൺവെൻഷൻ ചേർന്നിരുന്നത്, രൂപീകരണ യോഗം ചേർന്നത്. രൂപീകരണ യോഗം DMF-ൻ്റെ അന്ന് ചേരുമ്പോൾ 544 അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി. ഏകദേശം അപ്പം കുറച്ച് നിന്ന ആൾക്കാരെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 700ഓളം പേരാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് ആ കൺവെൻഷനകത്ത്. ആ കൺവെൻഷനകത്ത് CPM-ൽ നിന്നുള്ള അനുഭാവികൾക്ക് പുറമെ മുസ്ലിം ലീഗിൻ്റെ വലിയൊരു സപ്പോർട്ട് കൊടുത്തു. മുസ്ലിം ലീഗ് അവരുടെ കുറേ ആൾക്കാരെ ഇതിലേക്ക് പറഞ്ഞയച്ചു. ആളുടെ എണ്ണം വേണമല്ലോ. അന്ന് മുസ്ലിം ലീഗിന് പുള്ളി ആവശ്യമായിരുന്നു. അപ്പം ഞാൻ ഇത് വളരെ മുൻകൂട്ടി, വളരെ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തതാണ്. അപ്പോൾ വളരെ നേരത്തെ നമ്മുടെ ചാനലിൽ തന്നെ ഇദ്ദേഹം CPM വിട്ടു പോകുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു, ഒറ്റപ്പാലത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാവും. അപ്പോൾ ഒറ്റപ്പാലത്ത് ഹരിഗോവിന്ദൻ മാഷ് സ്ഥാനാർത്ഥിയാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പുള്ളി സ്ഥാനാർത്ഥിയാവും, പുള്ളി CPM വിടും എന്നുള്ളത് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. CPM-ൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തെ പോലൊരാൾ ചാടാൻ നിൽക്കുന്ന വിവരം അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇൻ്റലിജൻസ് സംവിധാനമുണ്ട്, എല്ലാം ഉണ്ട്, പിന്നെ സംസ്ഥാനം ഭരിക്കുന്ന പിന്നെ CPM ആണ്, ഒക്കെയാണ്. പക്ഷേ എന്നെപ്പോലെയുള്ളൊരു സാധാരണക്കാരന് ഇവിടെ നിന്ന് ഈ സാധനം വീഡിയോ ചെയ്ത് പറയാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ ശശിയേട്ടനും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഇണങ്ങിയ ആൾക്കാരാണ്. ഞങ്ങൾ തമ്മിൽ വഴക്കിലൂടെയാണ് പരിചയപ്പെടുന്നത്. 2022 സമയത്ത്, കാരണം കുറേ വർഷങ്ങളായി ആ ജില്ല അടക്കി ഭരിക്കുന്നത് ശശിയേട്ടനാണ്. 6 ജില്ലാ സെക്രട്ടറി ആകുമ്പോഴും, CKR ജില്ലാ സെക്രട്ടറി ആകുമ്പോഴും, പിന്നെ അതിന് ശേഷം ഉള്ള ജില്ലാ സെക്രട്ടറി വന്നപ്പോഴും ഒക്കെ എന്താണെന്ന് വെച്ചാൽ, പുള്ളി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആകുമ്പോഴും C8-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അടക്കി ഭരിച്ചതാണ്. ഷൊർണൂർ MLA ആയിരുന്നു. ആ സമയത്താണ് ഈ തീവ്രത കുറഞ്ഞ റിക്ടർ സ്കെയിലിൽ 5-ന് താഴെയുള്ള പീഡനമൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഈ 2022 സമ്മേളന സമയത്ത്, ജില്ലാ സമ്മേളനത്തിലെ തൊട്ട് തലേന്ന് ഞാനൊരു വീഡിയോ സ്റ്റോറി ചെയ്തു. എൻ്റെ സ്വന്തം പേജിൽ രാജൻ ജോസഫ് എന്നുള്ള ചാനലിൽ ചെയ്തു ഒരു വീഡിയോ സ്റ്റോറി. കാരണം പിറ്റേന്ന് സമ്മേളനം നടക്കാൻ പോവുക. സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ വല്ലാതെ അറ്റാക്ക് ചെയ്തിട്ട് പുള്ളിയുടെ ഹിസ്റ്ററി മുഴുവൻ എടുത്തിട്ടിട്ട് ഞാനൊരു സ്റ്റോറി ചെയ്തു, വീഡിയോ സ്റ്റോറി ചെയ്തു. ഈ വീഡിയോ സ്റ്റോറി ചെയ്തത് പിറ്റേന്ന് സമ്മേളനത്തിൽ ഇതായി ചർച്ച. കാരണം എല്ലാ ഡയമെൻഷനും, എല്ലാ ആംഗിളും വെച്ചിട്ട് പുള്ളിയുടെ ഹിസ്റ്ററി മൊത്തം എടുത്തിട്ട്, പുള്ളി സംഘടനയ്ക്കകത്ത് ചെയ്തിട്ടുള്ളത്, CIT-നകത്ത് ചെയ്തിട്ടുള്ളത്, MLA ആയിട്ട് ചെയ്തിട്ടുള്ളത് എല്ലാം കൂടി എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞ് കഴിഞ്ഞപ്പം സമ്മേളനത്തിൽ ഇത് വല്ലാതെ റിഫ്ലക്റ്റ് ചെയ്തു. പുള്ളിയുടെ ടീമും കോർണർ ചെയ്യപ്പെട്ടു. അങ്ങനെ സുരേഷ് ബാബു ഏട്ടൻ ജില്ലാ സെക്രട്ടറി ആയിട്ട് വരുന്നു.
അപ്പോൾ ശശിയേട്ടൻ എന്നോട് ഭയങ്കര വൈരാഗ്യ ബുദ്ധി തോന്നുന്നു. അടുത്ത ദിവസം എന്നെ പിന്നെ CPM-ൻ്റെ എൻ്റെ നാട്ടിലെ ലോക്കൽ സെക്രട്ടറി എന്നെ വിളിക്കുക. എൻ്റെ പഴയ നാട്ടിൽ, അതായത് 20 വർഷം മുമ്പ് ഞാൻ വിട്ടുപോകുന്ന മഞ്ചേരിയിലെ ലോക്കൽ സെക്രട്ടറി എന്നെ വിളിക്കാം. മോമാലിയാക്ക എന്ന് പറയും, കുട്ടിയാപ്പം ഞങ്ങൾ വിളിക്കുക. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഈ സൂക്ഷിക്കണം, PK ശശി എന്നെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്, എന്നെ സ്കെച്ച് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ശശിയേട്ടൻ എന്ത് ചെയ്തു, CPM-ൻ്റെ പിന്നെ മഞ്ചേരിയിൽ നിന്നുള്ള, ഞാൻ മഞ്ചേരിക്കാരനാണെന്നാണ് ശശിയേട്ടന് കിട്ടിയ വിവരം. എന്നെ അറിയില്ലല്ലോ, വീഡിയോയിലൂടെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ശശിയേട്ടൻ പിന്നെ മഞ്ചേരിയിൽ നിന്നുള്ള മുൻ ഏരിയ സെക്രട്ടറി, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള, മുൻപ് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന VM ഷൗക്കത്തിനെ വിളിച്ചു. VM ഷൗക്കത്തിനെ വിളിച്ചിട്ട് രാജൻ ജോസഫിൻ്റെ ഡീറ്റെയിൽസ് വേണം. എനിക്കിപ്പോൾ അവൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ഞാൻ ലോക്കൽ സെക്രട്ടറിയുടെ നമ്പർ തരാം, അവരുമായിട്ട് നല്ല ബന്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ ലോക്കൽ സെക്രട്ടറിയെ വിളിച്ചു കുട്ടിയപ്പാക്കെ വിളിച്ചപ്പോൾ മരണപ്പെട്ടു പോയി, നല്ല സ്വഭാവമായിരുന്നു. കുട്ടിയപ്പാക്കെ വിളിച്ചപ്പോൾ കുട്ടിയപ്പാക്ക പറഞ്ഞു, മൊമാലി എന്ന് പറഞ്ഞ കുട്ടിയപ്പാക്ക, അദ്ദേഹം പറഞ്ഞു അവൻ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല, നിലമ്പൂർ എവിടെയാണോ താമസിക്കുന്നത്. ഇത് ഞങ്ങളെപ്പോഴും ബന്ധപ്പെടുന്നവരാണ്, പക്ഷേ പുള്ളി പെട്ടെന്ന് സ്കിപ്പ് ചെയ്തു. കാരണം അവൻ നിലമ്പൂർ ഭാഗത്ത് എവിടെയാണ് താമസിക്കുന്നത്. അൻവറിൻ്റെ മണ്ഡലത്തിലല്ലേ, ഞാൻ അവനെ പൊക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ അൻവറിൻ്റെ അവിടെ കോണ്ടാക്ട് ചെയ്തു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് 2023 ഇദ്ദേഹത്തിൻ്റെ ചില മീഡിയേറ്റേഴ്സ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു. എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്നെ ഒന്ന് ശശിയേട്ടന് കാണണം എന്ന് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ KTDC ചെയർമാനാണ്, ബോൾഗാട്ടി പാലസിൽ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ശശിയേട്ടനായിട്ട് അവരുടെ ഫോണിൽ ശശിയേട്ടൻ എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ വരാം, നമുക്ക് ബോൾഗാട്ടി പാലസിൽ വെച്ച് സംസാരിക്കാം, നിങ്ങൾ അവിടെ ആകുമ്പോൾ ഞാൻ KTDCയുടെ കയ്യിലുള്ള സ്ഥാപനമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശശിയേട്ടാ ബോൾഗാട്ടി പാലസിലിരുന്ന് സംസാരിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഞാൻ CPM-നെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ്. ബോൾഗാട്ടി പാലസിൽ വന്നിരിക്കുമ്പം എന്നെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കരുതും എന്താണ് ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം, അത് നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു സ്യൂട്ട് റൂം എറണാകുളം ഷെറണായിസ് തിയേറ്ററിൻ്റെ അടുത്ത് ഈ മീഡിയേറ്റേഴ്സ് ആദ്യം വന്ന് റൂം എടുക്കുന്നു, ശശിയേട്ടനും വരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുന്നു, അവർ വണ്ടി വിട്ടു, ഞാൻ ചെല്ലുന്നു. ഞാൻ ചെന്നപ്പം മറ്റൊരു 2 പേര് ഇറങ്ങിപ്പോയി, ഞാൻ ശശിയേട്ടനും മാത്രം ഇരുന്ന് സംസാരിക്കുകയാണ്. സംസാരിച്ചപ്പോൾ 2 തവണ ആ മനുഷ്യനെ മുമ്പ് കരഞ്ഞു. ഒന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട്, മറ്റൊന്ന് സംഘടനാപരമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കരഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമമായി. നമുക്കറിയാമല്ലോ എൻ്റെ ഒരു സ്വഭാവം, എനിക്ക് ദേഷ്യം വന്നാൽ അങ്ങേറ്റത്തേക്ക് ഇതാവും. ഞാൻ ഹൈലി സെൻറ്റിമെൻ്റലാണ്, ഹൈലി സെൻസിറ്റീവാണ്. പക്ഷേ സങ്കടം വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒരാളെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ ഇതാവും. അപ്പം ഞാൻ പോയിട്ട് 2 പ്രാവശ്യം, പുള്ളി സിഗരറ്റും വലിക്കില്ല, 2 പ്രാവശ്യം പുറത്ത് പോയിട്ട് ഞാൻ ശശിയേട്ടൻ എപ്പോൾ വരാം. അപ്പോൾ പുള്ളി കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശശിയേട്ടൻ കരഞ്ഞോട്ടെ എന്ന് കരുതി ഞാൻ, അല്ലാതെ നമ്മൾ ഈ ആശ്വസിപ്പിക്കാൻ പോണതിലൊന്നും അർത്ഥമില്ല. ഞാൻ പുറത്ത് പോയിട്ട് സിഗരറ്റ് വിളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. സിഗരറ്റ് വിളിച്ചിട്ട് വന്നു. അങ്ങനെ 2 പ്രാവശ്യം കരഞ്ഞപ്പോൾ ഞാൻ 2 സിഗരറ്റ് വലിച്ചു ഞാൻ പോയിട്ട്. അത് കഴിഞ്ഞ് പിന്നീട് പുള്ളിയായിട്ട് നല്ലൊരു ബന്ധത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാ വിവരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, ആരോഗ്യസ്ഥിതി വിളിച്ച് ചോദിക്കുകയായിരുന്നു. സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്, എന്നോട് മോശമായ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ വ്യക്തിപരമായി ശശിയേട്ടനുള്ള ചില കുഴപ്പങ്ങളുണ്ട്. ശശിയേട്ടനോട് ഞാൻ 2023 പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് അപ്പോഴേ തോന്നി, ഞാൻ പറഞ്ഞു, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പോകാനുള്ളൊരു നീക്കമുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കണം, അല്ലാതെ അവസാന നിമിഷം വരെ സർവ്വ സൗഭാഗ്യങ്ങളും അനുഭവിച്ച ശേഷം പിന്നീട് പോകരുത്, അതൊരുമാതിരി മറ്റേ പണിയാണ് എന്ന് പറഞ്ഞു. അതായത് നമുക്ക് ആലോചിക്കണം, ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക ടൈപ്പിലാണ് സംസാരം. അപ്പോൾ പുള്ളിയുടെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ, പുള്ളി അവിടെ മണ്ണാർക്കാട്, ശരിക്കും പുള്ളി വയനാട്ടുകാരനാണ്, അവിടെ വന്നു കൂടിയതാണ്. അപ്പോൾ അവിടുത്തെ ഒരു തമ്പുരാൻ കളിയുണ്ട് പുള്ളിക്ക്. പുള്ളിയെ കാണുമ്പോൾ പിന്നെ മുണ്ടിനെ മടക്കൂത്തടിച്ചില്ലെങ്കിൽ അവനോട് ദേഷ്യ, പുള്ളിയെ കാണുമ്പോൾ ചിരിച്ചിട്ടില്ലെങ്കിൽ അവനോട് വൈരാഗിയാണ്. അതായത് ആൾക്കാരോട് അങ്ങോട്ട് പോയിട്ട് ശത്രുത ഉണ്ടാക്കും. എന്താണ് നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ അപ്പോൾ ഒരു പ്രശ്നം തുടങ്ങുക, ഈ ചോദ്യം ചോദിക്കുന്നവർ കൂടിയിട്ടൊരു പ്രശ്നം തുടങ്ങുകയാണ്. പുള്ളി ഒരുപാട് പേരെ സൈഡാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ആർഷോയുടെ അച്ഛനെ വരെ സംഘടനാ രംഗത്ത് നിന്ന് വിട്ടത് നമ്മുടെ പഴയ SFI സെക്രട്ടറി സജീവമായ നേതൃത്വത്തിൽ നിന്ന് വിട്ടുപോകാൻ കാരണം ശശിയേട്ടനാണ്. ഒരുപാട് പേര് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെയുള്ളവർ ശശിയേട്ടൻ ഓരോരുത്തരെ ഒതുക്കി വെട്ടി പുള്ളിക്ക് ഇഷ്ടമില്ലാത്തവരെ മുഴുവൻ വെട്ടി നിർത്തുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പുള്ളി ഈ വരുന്നത്. ഈ പാർവതി കല്യാണ മണ്ഡപത്തിൽ തന്നെ ഈ യോഗം നടക്കുന്ന സമയത്ത് അമ്മിണി എന്ന് പറയുന്ന ഒരു ചേച്ചി, കുറച്ച് പ്രായമുള്ളൊരു അമ്മയാണ്. ആ അമ്മയോട് മനോരമ ന്യൂസ് ലൈവിലാണ് ചോദിച്ചത്, ഇല്ലെങ്കിൽ അവർ എഡിറ്റ് ചെയ്ത് കളയുമായിരുന്നു. അവർ ചോദിച്ചു, നിങ്ങൾ പിന്നെ CPM വിട്ടോ, നിങ്ങൾ പിന്നെ PK ശശിയേട്ടൻ്റെ കൂടെ കൂടാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ലല്ല, ഞാനിപ്പോഴും CPM തന്നെയാണ്, എന്നോട് എൻ്റെ പഞ്ചായത്ത് മെമ്പർ ഒന്ന് കൂടെ വരാൻ വേണ്ടി പറഞ്ഞു, അപ്പം ഞാൻ കൂടെ വന്നതാ, അത്രയേ ഉള്ളൂ, എന്താ പരിപാടി എന്നൊന്നും അറിയില്ല. വിളിച്ചു ചെന്നു, അവർ പറഞ്ഞു ഞാനിപ്പോഴും പാർട്ടി തന്നെയാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥിതി. മാത്രമല്ല ഇപ്പം പിന്നെ മുസ്ലിം ലീഗുമായിട്ട് അതിനിടയ്ക്ക് ഞാൻ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു. ഇദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയുമായും ഒക്കെ രഹസ്യ യോഗം ചേർന്നു എന്നത് ആദ്യമായിട്ട് എയർ ചെയ്യുന്നത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഞാനാണ് ഇരുന്ന് ചെയ്യുന്നത്. കാരണം ആ വിവരം എനിക്ക് അപ്പം തന്നെ കിട്ടി. അവിടുത്തെ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് VK ശ്രീകണ്ഠൻ MPയും പിന്നെ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള ഷംസുദ്ദീൻ, അന്ന് MLA ആണ്, ഷംസുദ്ദീനും PK കുഞ്ഞാലിക്കുട്ടിയും ഇദ്ദേഹവും അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനും കൂടി ഒരു രഹസ്യ കേന്ദ്രത്തിൽ യോഗം ചേർന്നു എന്നുള്ള വിവരം ആ സ്പോട്ടിൽ ഞാൻ അറിയുക. ആ സ്പോട്ടിൽ അറിഞ്ഞു. അപ്പം തന്നെ ഞാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്തു. അന്നാണ് പുള്ളി വന്നിട്ട് പറഞ്ഞ് കൊച്ചി പഴയ കൊച്ചി അല്ലായിരിക്കാം, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ള വിശ്വപ്രസിദ്ധമായൊരു പ്രസംഗം നടത്തിയത്. ഇപ്പോൾ കൊച്ചി പഴയ കൊച്ചി അല്ല എന്ന് മാത്രമല്ല, ബിലാൽ ഇപ്പോൾ ഒന്നും അല്ലാതെ മാറി. അതായത് ശശിയേട്ടൻ അക്ഷരാർത്ഥത്തിൽ ശശിയായി മാറിപ്പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം വിട്ടുപോയി എന്നുള്ളതാണ്. പിന്നെ അവിടുത്തെ കോപ്പറേറ്റീവ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോപ്പറേറ്റീവ് കോളേജിൻ്റെ അതിൻ്റെ പിന്നെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം, അതിൻ്റെ പിന്നെ തലവനായിരുന്നു. കോപ്പറേറ്റീവ് കോളേജിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഒക്കെ അതിൻ്റെ കോൺട്രാക്ടേഴ്സിന് എനിക്കറിയാവുന്നവരാണ്, ഒരു മുസ്തഫാക്കി അമീർ മാഷും. അപ്പോൾ പിന്നെ അതിൻ്റെ സെക്രട്ടറി മനോജേട്ടൻ, അവിടുത്തെ CPM ലോക്കൽ സെക്രട്ടറി, എല്ലാവരും എനിക്ക് പേഴ്സണലി വളരെ വ്യക്തിപരമായി അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്. അതുമായി ബന്ധപ്പെട്ടും അവിടുത്തെ ചില പിന്നെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും അഴിമതി ആരോപണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്നത്. വേറെ ഒരുപാട് ആരോപണങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് മാത്രമല്ല, മസ്കറ്റ് ഹോട്ടലിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ രാജിവെക്കുകയാണെങ്കിൽ നമ്മൾ അന്തസ്സോടു കൂടി, നമ്മൾ ഈ പറയാറുണ്ട്, ഒറ്റത്തന്തയ്ക്ക് എന്നുള്ള വാക്കൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് ഒരു പൊളിറ്റിക്കൽ ആയിട്ട് കറക്റ്റായിട്ടുള്ളൊരു വാക്കല്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ വിട്ടുപോവുകയാണെങ്കിൽ അന്തസ്സോടെ വിട്ടുപോകണം. അതേസമയം പുള്ളി അവസാനത്തെ നിമിഷം വരെ മസ്കറ്റ് ഹോട്ടലിലിരുന്ന് അവസാനത്തെ ഭക്ഷണവും കഴിച്ച് കയ്യും നക്കിയിട്ടാണ് CPM വിട്ടുപോകുന്നത്. വിട്ടുപോവുകയാണെങ്കിൽ സൗഭാഗ്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോകണം. എൻ്റെ നിലപാട് ഇതാണ്, ഞാൻ ഈ പാർട്ടി വിടുകയാണ് എന്ന് പറഞ്ഞിട്ട്. അതേസമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പം ഈ ഇലക്ഷനിൽ ഇദ്ദേഹം ശരിക്കും മണ്ണാർക്കാട്ട് ശശിയേട്ടൻ എന്ന് പറയുന്നുണ്ടെങ്കിലും മണ്ണാർക്കാട്ടുകാരനല്ല. ഇദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന ഒറ്റപ്പാലം മണ്ഡലത്തിനകത്താണ്. ഒറ്റപ്പാലത്തിൽ തവണ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. ഈ ഒരു ഒഴുക്കിൽ ശശിയേട്ടനല്ല അവിടെ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ഹരിഗോവിന്ദൻ മാഷാണെങ്കിലും ഹരിഗോവിന്ദൻ മാഷെ പിടിച്ചിട്ട് കോൺഗ്രസ്സുകാർ ഷൊർണൂർ കൊണ്ടുപോയിട്ട്, ഷൊർണൂർ അവിടെ എന്തായാലും അമ്മിക്കുട്ടിയെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈ ഒരു ഒഴുക്കിൽ ശശിയേട്ടന് പകരം ഹരിഗോവിന്ദൻ മാഷ് ഒറ്റപ്പാലത്ത് നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ UDF ആ സീറ്റിന് കിട്ടിപ്പോരുമായിരുന്നു. UDF ഈ സീറ്റ് 3ാം സ്ഥാനത്തേക്ക് പോയി. ഈ തരംഗത്തിലും ഇത്ര വലിയ സുനാമി അടിക്കുന്ന സമയത്തും മേജർ രവിചേട്ടൻ 2ാം സ്ഥാനത്ത് വന്നു. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മേജർ രവിചേട്ടൻ 2ാം സ്ഥാനത്ത് വന്നു. CPM വീണ്ടും ജയിച്ചു. പിന്നെ ശശിയേട്ടൻ 3ാം സ്ഥാനത്ത് പോയി. ബാക്കിയെല്ലാ CPM വിധരും നല്ല പ്രകടനം നടത്തി. എല്ലായിടത്തും നല്ല പയ്യന്നൂരും തളിപ്പറമ്പും വരെ പോയ സമയത്താണ് ഇവിടെ പിന്നെ UDF 3ാം സ്ഥാനത്ത് പോവുകയും CPM ജയിക്കുകയും ചെയ്യുന്നത്, BJP 2ാം സ്ഥാനത്ത് വരികയും ചെയ്യുന്നത്. അതും BJP ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നേട്ടം ഉണ്ടായത്. അത് ശശിയേട്ടൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമാണ്. അതായത് ശശിയേട്ടൻ ഈ ടാർഗറ്റ് ചെയ്ത ആളുകൾ മാത്രം ശശിയേട്ടനെതിരെ വോട്ട് ചെയ്താൽ മതി. മുന്നണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വോട്ട് ചെയ്യും. അവർക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടി മാറി എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കുമോ? അത് ശശിയേട്ടൻ സ്വയം തിരുത്തേണ്ട കാര്യമാണ്. ശശിയേട്ടൻ്റെ വീട് നിൽക്കുന്ന ബൂത്തിൽ ശശിയേട്ടൻ പുറകില്ല. അവിടെയാണ് രസം ശശിയേട്ടൻ്റെ. അത് മാത്രമല്ല, പുള്ളി ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി പ്രസംഗിച്ച ചില കാര്യങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്ത നിലപാട് തെറ്റായിരുന്നു. ഇപ്പോഴാണ് ആ ബോധം ഉണ്ടാവണേ. അപ്പോൾ ഇക്കാലം വരെ പിന്നെ ആ പാർട്ടിയുടെ പിന്നെ ബ്രാഞ്ച് തൊട്ട് പിന്നെ ഏരിയ സെക്രട്ടറി, പിന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, CIT ജില്ലാ സെക്രട്ടറി, MLA, KTDC ചെയർമാൻ എന്നായപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം അറിയില്ലായിരുന്നോ? അതോ പുള്ളി സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ല? ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് ഇപ്പോഴാണ് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത്? അതേപോലെ അടിയന്തരാവസ്ഥ കാലത്ത് ആണ് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നത്, അതെനിക്കൊരു അബദ്ധമായി തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എന്താ പറയേണ്ടതെന്നുള്ളത് പുള്ളിക്ക് അറിയാത്തൊരു പ്രശ്നമുണ്ട്. അതിനിടയിൽ കൂടി ഇപ്പോൾ പറ്റിയതെന്ന് വെച്ചാൽ DMFനെ CMBയിൽ ലയിപ്പിക്കാനുള്ളൊരു ധാരണയിലേക്ക് പോയി. CP ജോണിന് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ VD സതീഷിൻ്റെ വല്ലാത്ത പ്രേരണയുണ്ടായിരുന്നു. കാരണം PK ശശിയേട്ടൻ VD സതീഷിൻ്റെ അടുത്ത് പോയി പലതവണ പോവുകയും കരയുകയും എന്നെ അക്കോമഡേറ്റ് ചെയ്യണം, ഞാനെല്ലാം വിട്ട് ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അനാഥത്വത്തിലേക്ക് തള്ളിവിടരുത് എന്ന രീതിയിൽ പറഞ്ഞപ്പം സതീഷ് ഏട്ടന് മനസ്സിലൊരു അലിവ് തോന്നി. കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരാൻ വയ്യ. അപ്പോൾ സതീഷ് ഏട്ടൻ CP ജോണിൻ്റെ അടുത്ത് പറഞ്ഞ് ഇയാളെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ CP ജോണിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഓഫർ ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ആൾക്കാരെല്ലാം കൂടി വിട്ടുപോയത്. അതിൻ്റെ ഇടയിൽ കൂടി ഇതിൻ്റെ ഇപ്പോൾ അടുത്തുണ്ടായിട്ടുള്ളൊരു പ്രശ്നം, ഇദ്ദേഹം അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഇദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ഇപ്പോൾ അടുത്ത അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി മണികണ്ഠനെ വിളിച്ചിട്ട് വാട്സപ്പിൽ വിളിച്ചിട്ട് പിന്നെ നിന്നെ ശരിയാക്കും, അങ്ങനെയാക്കും, ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തെ ബ്രാഞ്ചിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് CPMൻ്റെ. പക്ഷേ വാട്സപ്പിലായതുകൊണ്ട് ഇത് റെക്കോർഡ് ഓപ്ഷനോ തെളിവൊന്നുമില്ല. പക്ഷേ എന്നാൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ആ റിപ്പോർട്ട് മേളിലേക്ക് കൊടുത്തിട്ടുണ്ട്, പോലീസിനത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായെന്നുള്ളത്. അതിനിടയിൽ കൂടെ വേറെ വിഷയമുണ്ട്. അവിടുത്തെ മണ്ണാർക്കാട് DYSP അലവി സാറുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി.
ഈ അലവി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന, വ്യക്തിപരമായിട്ട് എനിക്ക് ബന്ധമുള്ള ആളാണ്. അദ്ദേഹം SI അലവി എന്നാണ് അറിയപ്പെടുക. അദ്ദേഹം ആദ്യം ഫസ്റ്റ് SI ആയിട്ട് വരുന്നത് നിലമ്പൂരാണ്. എൻ്റെയൊക്കെ ചെറിയ കുട്ടിക്കാലത്താണ്. SI അലവി അന്ന് ഞങ്ങൾക്കൊക്കെ പേര് കേട്ട ആളാണ്. അന്ന് ആര്യാട മുഹമ്മദ് മന്ത്രിയായിരിക്കുമ്പം ആര്യാട മുഹമ്മദ് ചില വിഷയങ്ങൾ ഇടപെടാൻ നോക്കിയപ്പം ഇയാൾ പറയുകയാണ് UDF ഭരിക്കുന്ന സമയത്ത് എവരോ SI ആയിട്ട് വന്നിട്ടേ ഉള്ളൂ, ജൂനിയർ SI പ്രൊബേഷൻ കഴിഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടാണ് എത്തിയിട്ടുള്ളൂ, സ്റ്റേഷൻ ചാർജിലേക്ക് എത്തിയതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു മന്ത്രിയുടെ പണി നോക്കിക്കോ, സ്റ്റേഷനിലെ പണി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം CI ആയിരുന്നു, മഞ്ചേരി CI ആയിരിക്കുമ്പോൾ. കാരണം അദ്ദേഹത്തിൻ്റെ അനിയൻ ഷറഫ് CPM ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു, പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. എൻ്റെ അനിയത്തിയുടെ വളരെ അടുത്ത ഫ്രണ്ടാണ്, അവരൊരുമിച്ച് പഠിച്ചതാണ്. ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പം അവൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ അലവി സാറിൻ്റെ അടുത്ത് ഒരു കാര്യത്തിലും ആവശ്യമില്ലാതെ പോയിട്ടില്ല, സംസാരിച്ചിട്ടുണ്ട് ഫോണിലൊന്നും മാത്രമേ ഉള്ളൂ. പുള്ളി മഞ്ചേരി CI ആയിരിക്കുമ്പം, SI സാറൊക്കെ മാറി പിന്നെ CI ആയിരിക്കുമ്പം ഈ ഇടതുമുന്നണി ഭരണ കാലഘട്ടത്തിൽ CPM-ൻ്റെ നേതാക്കന്മാർക്ക് പരാതിയായിരുന്നു. കാരണം ഇവരെന്തെങ്കിലും കാര്യം കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ പുള്ളി അതൊന്നും പാർട്ടി സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഒരു സ്വാധീനത്തിനും വഴങ്ങില്ല. അത് അദ്ദേഹം മാത്രമൊന്നുമല്ല, ഈ അവിടെയുള്ള സുനിൽ പുളിക്കൻ, മനോജ് പറയട്ടെ, അങ്ങനെയുള്ള ഒരുപാട് പേര്, അമൃതരംഗൻ, ഒരുപാട് CI-മാർ ആ രീതിയിൽ ആ കാറ്റഗറിയിൽപ്പെട്ട വളരെ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ അനുഭവത്തിലുള്ളത്. അല്ലാത്തവരുണ്ടാവാം എവിടെയെങ്കിലുമൊക്കെ. SI ആയിരുന്നപ്പം മന്ത്രിയോട് പോയി പണി നോക്കാൻ പറഞ്ഞ അലവി സാറിനോട് DYSP ആയിരിക്കുമ്പം അവിടുത്തെ പിന്നെ ഒരു കള്ളക്കടത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കിയപ്പം DYSP അലവി സാറിനെ വിളിച്ചിട്ട് ശശിയേട്ടൻ പറഞ്ഞു അവനെ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു. അവനെ തൊടാൻ പാടില്ല, അവനെതിരെ ഒരു നീക്കം ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അപ്പം അലവി സാറ് എല്ലാ CI-മാർക്കും ഓർഡർ കൊടുത്തു, അറ്റ് എനി കോസ്റ്റ് പിന്നെ അവനെ പിടിക്കണം, അറ്റ് ദ എയർലിയസ്റ്റ് എന്ന് പറഞ്ഞു. പിടിക്കും ചെയ്തു, റിമാൻഡ് ചെയ്തു വന്നു. അപ്പോൾ റിമാൻഡ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് മാത്രം കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടാണല്ലോ. റിമാൻഡ് ചെയ്യപ്പെടാൻ യോഗ്യനായ ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് ശശിയേട്ടൻ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിശുദ്ധ ബന്ധത്തിൻ്റെ മണമുണ്ടല്ലോ, അവിടെ ഒരു ബാഡ് സ്മെല്ലുണ്ട്. പക്ഷേ ശശിയേട്ടൻ ആൾ മാറിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, SI ആയപ്പം മന്ത്രിയെ വെല്ലുവിളിച്ച ആൾ DYSP ആയിരിക്കുമ്പം ഒന്നുമല്ലാതെ ഇലക്ഷനിൽ 3-ാം സ്ഥാനത്ത് പോയ ഒരാൾ വിളിക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നുള്ളത് ചിന്തിക്കണ്ടേ. അതുകൊണ്ട് അലവി സാർ ഞാൻ അറിഞ്ഞത് തിരിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തുടരുതെന്ന് പറഞ്ഞ ആളെ പൊക്കി റിമാൻഡ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടുത്തെ പാർട്ടി നിൽക്കുന്നത് ഈ ശശിയേട്ടൻ പോയത് നന്നായി എന്നുള്ള രീതിയിലാണ്. അതായത് ജില്ലാ സെക്രട്ടറി EM സുരേഷ് ബാബു ഏട്ടൻ നേരിട്ട് പലരുമായും കാണുകയും അവരുമായി സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പിന്നെ വേണ്ട പരിഹാരം കണ്ടെത്താമെന്ന് പിന്നെ ഉള്ള ഉറപ്പ് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇവരെല്ലാം തിരിച്ച് CPM-ലേക്ക് തിരിച്ചു ചെല്ലുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ശശിയേട്ടൻ തന്നെ ആ പാർട്ടിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ശശിയേട്ടൻ തന്നെ ഭാര്യ മക്കളുണ്ടോ എന്ന് എനിക്കറിയില്ല, ശശിയേട്ടൻ്റെ കൂടെ വേറെ ആരും ഇല്ല എന്നുള്ളതാണ്. ഈ ചവിട്ടിക്കൂട്ടിയ ആൾക്കാർ മുഴുവൻ ഇത് ശശിയേട്ടനോടുള്ള വിരോധം കൊണ്ട് മാത്രം CPM വിട്ടുപോയ ആളുകൾ മുഴുവൻ CPM-ലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ശശിയേട്ടൻ പോയപ്പം ഒരു പ്യൂരിഫിക്കേഷനാണ് നടന്നത്, ശുദ്ധീകരണം നടന്നു. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ശശിയേട്ടൻ പാർട്ടി വിട്ടു പോയപ്പം ഒരുപാട് സഖാക്കൾ തിരിച്ച് പാർട്ടിയിലേക്ക് വന്ന് സജീവമായി. അവർ വീണ്ടും ഏരിയ കമ്മിറ്റിയിലേക്ക് വരുന്നു, ലോക്കൽ കമ്മിറ്റിയിലേക്ക് വരുന്നു, ബ്രാഞ്ചുകളിലേക്ക് വരുന്നു. അവരുടെ പ്രശ്നം ശശിയേട്ടനായിരുന്നു, CPM അല്ലായിരുന്നു എന്നുള്ളതാണ്. ഇതിന് മലയാളത്തിൽ വാക്കുണ്ട്, സ്വയം കൃതാനർത്ഥം എന്ന്, അങ്ങനെ തന്നെയാണ് പിന്നെ പ്രൊണൗൺസ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. അതായത് പിന്നെ സ്വയം വരുത്തി വെച്ച ചില കുഴപ്പങ്ങളാണ്. അത് ശശിയേട്ടൻ ഇനിയാണെങ്കിലും തിരുത്തണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശശിയേട്ടനോട് വേറെ വിരോധമൊന്നുമില്ല. പക്ഷേ ശശിയേട്ടൻ്റെ ഈ കയ്യിലിരിപ്പ് 2023 ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാജിവെച്ച് പോകണം, ഇപ്പോൾ KTTC ചെയർമാൻ സ്ഥാനം രാജിവെക്കണം, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, അവസാന നിമിഷം വരെ KTTCയുടെ വണ്ടി, KTTCയുടെ സൗകര്യങ്ങൾ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കേരളത്തിലെ ഇല്ലാത്തത് ഞാൻ പറയുന്നില്ല, കേരളത്തിൽ എവിടെ പോയാലും നിങ്ങൾ റൂമൊന്നും എടുക്കണ്ട, നിങ്ങൾക്ക് താമസവും കാര്യങ്ങളും എന്നെ വിളിച്ചാൽ മതി, പിന്നെ KTTCയുടെ സ്ഥാപനത്തിൽ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാലിച്ചായ പോലും ഇന്ന് വരെ ശശിയേട്ടൻ്റെ അടുത്ത് വാങ്ങി കുടിച്ചിട്ടില്ല. പക്ഷേ ശശിയേട്ടൻ്റെ സംശയമുണ്ട്, ഞാൻ സുരേഷ് ബാബു ഏട്ടൻ്റെ ആളാണെന്ന്. സുരേഷ് ബാബു ഏട്ടൻ എനിക്ക് പൈസ ഒന്ന് എന്നെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത്. സുരേഷ് ബാബു ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശശിയേട്ടൻ്റെ അടുത്ത് അതുപോലും ചെയ്തിട്ടില്ല, ചായ പോലും കുടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരുന്നാലും പിന്നെ ഇപ്പോൾ DMF എന്ന് പറയുന്നൊരു പാർട്ടി, അതിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, നാട്ടുകാർ MDMA എന്നാണ് ആ പാർട്ടിയെ വിളിക്കുന്നത് എന്നുള്ള അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. PK ശശിയേട്ടനെ സംബന്ധിച്ചിടത്തോളം PK ശശിയേട്ടന് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്.
പി.കെ. ശശിയേട്ടന് പിന്നെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് കുഴിച്ചിലിനും ഇതിനൊക്കെ പോയിരുന്നു. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് പേരക്കുട്ടികളെയും കളിപ്പിച്ചൊക്കെ വീട്ടിലിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പത്രവും വായിച്ച് ടി വിയും കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്.